വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ദാ ഇപ്പോൾ 4 മണിയാകാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കോടമഞ്ഞിറങ്ങും. മഴയാണെങ്കിൽ മഴ പെയ്യും, ഇരുട്ട് വീഴുകയാണെങ്കിൽ ഇരുട്ട് വീഴും. അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് ഒരുപാട് സമയം, ഒരുപാട് രാത്രി മുണ്ടക്കയിലൊന്നും അങ്ങനെ രക്ഷാപ്രവർത്തനം തുടരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും ഏതാണ്ട് സമാന സാഹചര്യമല്ലേ? അതിനു മുൻപ് പരമാവധി പ്രവർത്തനങ്ങൾ ഇന്ന് പൂർത്തിയാക്കുക എന്ന് തന്നെയല്ലേ പ്ലാൻ, വിജയകുമാർ? ഇന്നിപ്പോ ഹാഷ്മി, ഇന്ന് മഞ്ഞ് ഒരു പ്രശ്നമായിട്ടില്ല. പക്ഷെ മഴ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടവിട്ട് പെയ്യുന്നുണ്ട്. അതും കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഴ പെയ്യുന്നു എന്നത് കേവലം ഒരു മഴ എന്നതിനപ്പുറത്തേക്ക് ഇത് ഈ മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്ന മേഖലകളിൽ ആ മഴ പെയ്താൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. കാരണം അവിടെ ഈ രക്ഷാപ്രവർത്തകർക്ക് റെസ്ക്യൂ നടത്തുന്ന സമയത്ത് അവിടെ മഴ പെയ്താൽ ആ സമയം അവർക്ക് മാറി നിൽക്കേണ്ടി വരുന്നു. കാരണം പലയിടത്തും കുതിർന്നു നിൽക്കുകയാണ് മണ്ണ്. അത് ഇനിയും ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരം മേഖലകളിൽ മഴയുള്ള സമയത്ത് അവർക്ക് മാറി നിൽക്കുക മാത്രമേ ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവനും അത് ഭീഷണിയാകും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ട് ഈ മഴ ആ നിലയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള എല്ലാവരെയും. മഞ്ഞ് ഇന്നലെ മഞ്ഞ് വന്നെങ്കിലും ഇന്ന് ആ നിലയിൽ ഒരു കോടമഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ചാറ്റൽ മഴ ഉള്ളത് കൊണ്ട് മഞ്ഞ് അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് കാഴ്ച ഒരു പ്രശ്നമാകുന്നില്ല. ഇതിനോടകം ഇപ്പോൾ 2 വലിയ മെഷീനുകൾ ആ ഭാഗത്തേക്ക് കയറി പോയിട്ടുണ്ട്. അത് പോയ വഴിയിലൂടെ വീണ്ടും കൂടുതൽ മെഷീനുകൾ കടന്നു പോകാൻ പറ്റുമോ എന്നൊരു പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ 2 മെഷീനുകളും പോയതൊരു വഴി കൃത്യമായി തെളിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ സുരക്ഷാ ദൗത്യ സംഘത്തിലുള്ളവരൊക്കെ അവിടേക്ക് പോകുന്നുണ്ട്. അവരുടെ ചെറുവാഹനങ്ങളും അങ്ങോട്ട് പോകുന്നു ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഹാഷ്മി ചോദിച്ചതുപോലെ 4 മണി സമയത്തൊക്കെ ആകുമ്പോഴും ദൗത്യം മുന്നോട്ട് തന്നെയാണ്. അതിൽ ഈ പ്രതികൂല കാലാവസ്ഥ ഒഴിച്ചാൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. അവിടെ ഇനിയിപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുക, അവരുടെ അടുത്തേക്ക് രക്ഷാകരം നീട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. അതല്ല അവർ ഇനിയിപ്പോൾ അതല്ലാതെ നിശ്ചല ശരീരങ്ങളാണെങ്കിൽ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അങ്ങനെ വലിയ ജോലികൾ, വലിയ ഭാരിച്ച ജോലികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ഹൃദയഭേദകമാണ് ആ മേഖലയിൽ നിന്നുള്ള കാഴ്ചകളും വിവരങ്ങളും എന്നത് പറയാതെ വയ്യ. ഓരോ നിമിഷവും അവിടെ നിന്ന് വരുന്ന അത്രയും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തത്തിന്റെ നടുവിൽ അതിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവികമായും മരവിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അത്തരം വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഈ പ്രാദേശിക രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്ന വിവരങ്ങൾ കേട്ടാൽ നമ്മൾ നടുങ്ങും. അത് സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഞെട്ടിത്തെറിക്കുന്ന അത്തരം വിവരങ്ങൾ ഉണ്ടാകരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ കരുതുകയും ചെയ്യുന്നത്. അത് കേവലം സ്ഥിരീകരിക്കാത്ത വിവരങ്ങളായി തന്നെ അവശേഷിക്കട്ടെ എന്ന് കരുതുന്നു. ഔദ്യോഗിക വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എത്ര പേർ കാണാതായി, അതിൽ എത്ര പേരെ ഇന്ന് കണ്ടെത്തി, മരണം കണക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ, പരിക്കേറ്റവരുടെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. അതുപോലെ ഇവിടെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഇവിടെ ഏകോപനം നടത്താൻ 4 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ രാവിലെ ഇവിടെ വന്ന് നോക്കിയിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്തുന്ന ആളുകൾ ഇപ്പോൾ ആർമിയും പോലീസും ഫയർഫോഴ്സും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരം അവരുടെ വാഹനങ്ങൾ ഇവിടേക്ക് വരുന്നത് ഇവിടെ വലിയ തിരക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ അക്കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ദൗത്യത്തിനായി ഇറങ്ങി പുറപ്പെടാൻ എന്ന് പറയുന്നുണ്ട്. അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല, പക്ഷെ ഇത് നേരത്തെ സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ ഒരു നിരത്തായിരുന്നു. അത് ഈ മണ്ണിടിച്ചിലൂടെ ആയപ്പോഴേക്കും അതിലെ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് അത് വീണ്ടും ഇടുങ്ങി അതിന്റെ 2 വശത്തുമുള്ള കെട്ടിടങ്ങൾ ആകെ ആടി ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിലും അതിന്റെ ഓരോ ഭാഗങ്ങളായി നിലം പതിച്ചേക്കാം. അത്തരം പ്രതിസന്ധി കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ മാത്രമുള്ള ഒരു ഭൂപ്രദേശത്തേക്കാണ് ഈ ദൗത്യം ആകെ നീങ്ങുന്നത് എന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് കാഴ്ചക്കാരായി ഒന്നും ആരും ഇവിടേക്ക് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ ആരെയും ഇവിടേക്ക് അങ്ങനെ കടത്തിവിടുന്നില്ല. മാധ്യമങ്ങളെപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 1/4 കിലോമീറ്റർ ദൂരം വാഹനം നിർത്തി നടന്നാണ് ഇവിടേക്ക് വരുന്നത്. നമ്മളുടെ വാഹനങ്ങളും കടത്തിവിടുന്നില്ല. നമുക്കറിയാം ആ വാഹനങ്ങൾ കൂടി ഇവിടെ വന്നാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിൽ ദുശാഠ്യം പിടിച്ചൊന്നും അവിടെ നിൽക്കാറില്ല. നമ്മൾ നടന്നു തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിലെ ഒരു ഭൂപ്രകൃതി.
യഥാർത്ഥത്തിൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ അപകടം ഉണ്ടായ ഈ മേഖല അത് ഈ ഭാഗമാകെ അതിന്റെ ഭൂപ്രകൃതി തന്നെ മാറി അത് അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നില്ല. ചൂരൽമല എന്നത് ആ ചൂരൽമല എന്ന നിലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങളാകാം. ഈ മുണ്ടക്കൈ മേഖല എന്ന് പറയുന്നത് ഏതാണ്ടത്തെ വയനാടിന്റെ ഈ ജില്ലാ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതായി എന്ന് തോന്നുന്ന തരത്തിലാണ് അവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ ഒഴുകിപ്പോയ ഒരു 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 ജോഗ്രഫിയാണ് ഈ ഭാഗത്താകെയുള്ളത്. അപ്പോൾ നമ്മൾ അത്തരം ദുഷ്കരമായ ഒരു ടെറൈനിലാണ് നിൽക്കുന്നത്. അവിടെ ഇനിയും തുടർ അപകടങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന് പറയാനും കഴിയില്ല. അപ്പോൾ അത്തരം പ്രതിസന്ധികളൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഞാൻ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഒരു ജീപ്പ് അതിന്റെ ലൈറ്റൊക്കെ തെളിച്ച് വരുന്നുണ്ട്. അതിൽ സാധാരണ ഇത്തരം ജീപ്പുകളിലാണ് മൃതദേഹമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. ഈ ഭാഗത്തുകൂടി കൊണ്ടുപോകേണ്ടത് അതിൽ രക്ഷാപ്രവർത്തകരാണോ ഇനിയുള്ളത് അതോ ആരെങ്കിലും അപകടത്തിൽ പരിക്കേറ്റവരുണ്ടോ എന്നറിയില്ല. അങ്ങനെ പരിക്കേറ്റവരെ കൊണ്ടുവരുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഒരു വാഹനം വരുന്നുണ്ട്. അതിലുള്ള ആളുകളെ റോപ്പ് വേ വഴി ഇപ്പുറത്ത് കൊണ്ടുവരാനൊക്കെ അവർ അവിടെ തയ്യാറെടുക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇന്നും ഇന്നലെയും ഒക്കെയായി നമ്മൾ എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി അവിടെ നിൽക്കുമ്പോൾ കാണുന്നത് അത്തരം കാഴ്ചകൾ തന്നെയാണ്. ഈ അപകടത്തിൽപ്പെട്ടവർ, പരിക്കേറ്റവർ, അതുപോലെ തന്നെ മൃതദേഹം, ചലനമറ്റവർ, അങ്ങനെ ഈ ഭാഗത്തുകൂടി കടന്നു പോവുകയാണ്. അപ്പോൾ അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ് കാണുന്നത്. ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് നമ്മൾ അത്തരം കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരുമോ എന്ന ആശങ്ക വലിയ തോതിൽ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്തരം വിവരങ്ങളാണ് അതിന്റെ കേന്ദ്ര ഭാഗത്തു നിന്നൊക്കെ, ദുരന്തമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. മഴ കുറെ കൂടി ശക്തമാവുന്നുണ്ട് ഹാഷ്മി, ഗോപി. അത് നമ്മളുടെ അടുത്ത ദൗത്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. എന്തായാലും നോക്കാം, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാതെ കടന്നു പോകും എന്ന് കരുതാം.